പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ക്യാൻസറിൻ്റെ കാര്യമൊന്നുമല്ല. ഇനി മുതൽ ട്രെയിനിൽ പുകവലിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. പിഴ എത്രയെന്നോ? 1-2 2,000 രൂപ പിഴ. ട്രെയിൻ യാത്രയിൽ യാചക കൂട്ടങ്ങളെ കാണാൻ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല. ഇനി മുതൽ അങ്ങനെ അവരെ പിടിക്കപ്പെട്ടാൽ അവർക്കും കിട്ടും ഫൈൻ 2,000 രൂപ. പിന്നെ അവരെ സംബന്ധിച്ച വിഷയമല്ല. 2,000, 20,000, 2 ലക്ഷം വരെ പൊതിയിൽ വച്ചുകൊണ്ട് കിടക്കുന്ന കൂട്ടങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇനി ടിക്കറ്റ് ഇല്ലാതെയോ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെയോ ഒക്കെ സ്റ്റേഷനിൽ അനധികൃതമായി പ്രവേശിച്ചാൽ 5,000 രൂപ കൂടി പോക്കറ്റിൽ വച്ചുകൊണ്ട് വേണം അകത്ത് കയറാൻ കേട്ടോ. ഇനി മറ്റൊന്നുണ്ട്, സ്ത്രീകളുടെ റിസർവ്ഡ് സീറ്റിൽ കയറി അനധികൃതമായി ബലാത്കാരമായി യാത്ര ചെയ്താൽ അവർക്ക് കിട്ടും 2,500 രൂപ ഫൈൻ. അവിടെയും നമ്മളെ ഒട്ട പുരുഷന്മാരെ. ഇനി വെള്ളമടിച്ച് യാത്ര ചെയ്താൽ പിഴ വളരെ കുറവാണ്, 1000 രൂപയേ ഉള്ളൂ. പാവങ്ങളല്ലേ, പോട്ടെന്ന്. പിന്നെ ഫ്രീ ആയിട്ടൊരു ഉദ്യോഗം കൂടി കൊടുക്കുന്നുണ്ട്. നിർബന്ധിത സാമൂഹിക സേവനം കൂടി അവർക്ക് വിധിക്കപ്പെടും. അതാണ് പുതിയ നിയമം. എപ്പടി ടിറ്റിമാരൊക്കെ പരിശോധനയ്ക്ക് വരുമ്പോൾ പുകവലിക്കാരെ ഒന്നും കമ്പാർട്ട്മെന്റിൽ കാണാറില്ല. പക്ഷെ ശുചിമുറിയിൽ നിന്നും വല്ലാതെ പുക ഉയരുന്നുണ്ട്. എന്താണാവോ? ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെയും റിസർവ് ചെയ്ത ആൾക്കാരുടെ സീറ്റ് കയറി ബലാത്കാരമായിരുന്ന് മസിൽ പിടിച്ചിരിക്കുന്ന യാത്രക്കാരെയൊന്നും പിന്നീട് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ഇതെല്ലാം കൂടി മറ്റ് ശുചിമുറിയിലുണ്ടാവും. ഐക്യമത്യം മഹാബലം. എന്തൊരു ഐക്യമാണെന്നേ.